കാക്കുന്ന നാഥ വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹസ്രവും നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. പുതുവർഷത്തിലെ 2025 എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ വർഷത്തെ സമൃദ്ധമായി ലഭിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധമായ മൂന്നാം സങ്കീർത്തന സംഘത്തിന് 3-ാം അധ്യായത്തിൽ പറയുന്നു, കൃതജ്ഞതാവിലൂടെ കർത്താവിന്റെ കവാടത്തിലൂടെ പ്രവേശിക്കുകയും സ്തുതിഗീതങ്ങളാൽ അവിടുത്തെ അങ്കണത്തിൽ നിൽക്കുകയെന്നാണ് പറയാം. ഈശോ നൽകിയ എല്ലാ നന്മകൾക്കും കൃതജ്ഞത അർപ്പിക്കുവാൻ അവന്റെ കവാടത്തിലൂടെ പ്രവേശിക്കുക, ദൈവത്തിന്റെ അങ്കണത്തിൽ സ്തുതിഗീതങ്ങൾ ആരംഭിച്ച് നിൽക്കുകയെന്നാണ് പറയുക. എന്തൊക്കെ ദുരന്തങ്ങളോ പ്രതിസന്ധികളോ ആത്മകളോ വിപത്തുകളോ ഒക്കെ ഉണ്ടായാൽ സർവശക്തനും കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ 2005 നമുക്ക് പ്രവേശിക്കാം. ദൈവകൃപ സമൃദ്ധമായി ലഭിക്കട്ടെയെന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദൈവമാതൃത്വത്തിനാൾ സഭ ആഘോഷിക്കുകയാണ്. ദൈവത്തിന്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയെന്ന് സഭ വിശേഷിപ്പിക്കുന്നു. ഈശോ ദൈവമാണ്. ആദിയിലെ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ്. ആദിയിലെ വചനമുണ്ടായിരുന്നു. യോഹന്നാൻ പറയുന്നു, എന്നേക്കാൾ മുമ്പേ അവരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സ്നാപകനെക്കുറിച്ച് വിവാദിക്കുക, എന്നേക്കാൾ മുമ്പേ അവരുണ്ടായിരുന്നു. യോഹന്നാൻ സുവിശേഷം പറയുന്നു, ആദിയിലെ വചനമുണ്ടായിരുന്നു, വചനം ഈശോയാണ്. ആദിയിലെ കർത്താവ് ഈശോ മിശിഹായുണ്ടായിരുന്നു. ആദിയിലെ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു. കർത്താവായ ദൈവത്തോടുകൂടെയായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. കർത്താവ് ഈശോ മിശിഹ ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുമ്പോൾ എന്ന് സഭ പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന്റെ മാതാവാണ് പരിശുദ്ധ കന്യകാമറിയം. ആ മറിയത്തിന്റെ തിരുനാൾ സഭ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന ദിവസമാണ്. എലിസബത്തിനെ മറിയം സന്ദർശിക്കുമ്പോൾ എലിസബത്ത് ഇപ്രകാരമാണ് പാടുക, കർത്താവിന്റെ അമ്മ, ദൈവത്തിന്റെ അമ്മ എന്നെ സന്ദർശിക്കുവാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അമ്മ നമ്മുടെ അമ്മയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദൈവമാതൃത്വത്തിന് ആഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട്, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് നമ്മുടെ ആഗ്രഹങ്ങളും വിഷമങ്ങളും സമർപ്പിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം സമൃദ്ധമായി ചൊരിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വർഷത്തിൽ എല്ലാവിധ ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വലിയ പ്രവർത്തനം പങ്കുചേരാൻ മഹാ
സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കഴിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയത്തിന്റെ ഫലദായകമായ കന്യകാത്വം വഴി മനുഷ്യവർഗത്തിന് നിത്യരക്ഷയുടെ സമ്മാനം പ്രദാനം ചെയ്ത ദൈവമേ, ജീവന്റെ ഉടയവനായ പുത്രനെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അർഹരാക്കിയ അവർ വഴി ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ മാധ്യസ്ഥം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലെന്ന് ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കരുതാമേ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, അഹരോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നെ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോട് കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവിന്റെ വചനം. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്നെ വേണ്ടി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകരശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടത് തന്നെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആരംഭിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവ്വം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച് ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ.
നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി നിർത്തേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് അപാകതരാതെ വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവത്തിനനുസരിച്ച് അവകാശമാണ്. കർത്താവിന്റെ വചനം. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഗ്രന്ഥങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ലേഖ്യ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുമായ അകാലത്ത് അവിടെയും അതിനെയും പോയി മറിയത്തിനെയും ജോസഫിനെയും ഉൾത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാരുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ശിശുവിന്റെ പരിചരണത്തിലുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചത് യേശു എന്ന പേരിൽ അവന് നൽകി. കർത്താവിന്റെ സുവിശേഷം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു.
അടിയന്റെ ജീവിതം തിരുമുൻപിലേകുന്നു, അലിവോടെ എന്നെ നീ സ്വീകരിക്കൂ. അടിയന്റെ ജീവിതം തിരുമുൻപിലേകുന്നു, അലിവോടെ എന്നെ നീ സ്വീകരിക്കൂ. അപരാധിയാമെൻ്റെ എളിയോരു കാഴ്ചയെ കനിവോടെ സ്വീകരിച്ചനുഗ്രഹിക്കൂ. അപരാധിയാമെൻ്റെ എളിയോരു കാഴ്ചയെ കനിവോടെ സ്വീകരിച്ചനുഗ്രഹിക്കൂ. തിരുമുൻപിലെരിയുന്ന തിരി പോലെ എൻ ജന്മം അവിടുത്തെ സന്നിധി ചേർന്നു നിൽക്കൂ. തിരുമുൻപിലെരിയുന്ന തിരി പോലെ എൻ ജന്മം അവിടുത്തെ സന്നിധി ചേർന്നു നിൽക്കൂ. സഹനത്തിൻ വേദിയിൽ ഉരുകുന്ന നേരവും സഹജർക്കു നന്മകൾ ചെയ്തിടാനായി. സഹനത്തിൻ വേദിയിൽ ഉരുകുന്ന നേരവും സഹജർക്കു നന്മകൾ ചെയ്തിടാനായി. അടിയന്റെ ജീവിതം തിരുമുൻപിലേകുന്നു, അലിവോടെ എന്നെ നീ സ്വീകരിക്കൂ. സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവമേ, അങ്ങേ കാരുണ്യത്താൽ എല്ലാ നന്മകളും ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നുവല്ലോ. പരിശുദ്ധ ദൈവമാതാവിന്റെ മഹോത്സവത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ കൃപയുടെ ആരാധനയെക്കുറിച്ച് അഭിമാനിക്കുന്ന പോലെ അതിന്റെ പൂർണ്ണതയെ ആനന്ദിക്കുവാനിടയാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യമായ മാതൃത്വത്തിൽ മഹോത്സവത്തിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, പ്രകീർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താലേ ധാരണനായ ഏകപുത്രനെ അവർക്ക് സംഭരിക്കുകയും കന്യാകുമാരിയുടെ മഹത്വത്തിൽ വിലയിരുന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് ഇവിടെ ദിവ്യദൂതന്മാരെ വാഴ്ത്തുന്നു. അതീശന്മാരായ ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. സ്വർഗ്ഗങ്ങളുടെ ശാസ്ത്രികന്മാരും ധന്യരായ ഭക്തിജുവാദകന്മാരും അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചെയ്യുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആദരിക്കുന്നു. പരിശുദ്ധൻ അങ്ങനെ
ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അമ്മയെടുത്ത് കൃതജ്ഞത പ്രകാശിച്ചു മുറിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുമെന്ന് അരുളിച്ചു. എല്ലാവരും വാങ്ങി ഭക്ഷിക്കുന്നതായത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. അപ്രകാരം കഴിഞ്ഞ് മാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുമെന്ന് അരുളിച്ചു. എല്ലാവരും വാങ്ങിയിൽ കുടിക്കുമെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. വിശ്വാസത്തിന്റെ ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപരാധ്യക്ഷൻ മോളാനയുടെ ശരീരത്തോടും വൈദിക ഗണങ്ങളോടും സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർത്തിന്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും ദുഃഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യാനായി ഞങ്ങളെല്ലാവരെയും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിലും അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാലും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം രാജ്യം സ്വർഗ്ഗത്തിലെ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനത്തിന്റെ പാപം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനങ്ങൾ ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ,
ഞങ്ങളുടെ പാപങ്ങളെയും അങ്ങേ സഭയുടെ വിശ്വാസത്തിൻപാർന്ന് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചറിയാനും എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായുണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. ജീവൻ സമൃദ്ധമായുണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാക്കുന്നു. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. മേശയ്ക്കു ചുറ്റും ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാണു നീ. മേശയ്ക്കു ചുറ്റും ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാണു നീ. ഭിന്നതകൾ മറന്നൊന്നു ചേരാൻ കൂട്ടായ്മയിൽ വളർന്നിടാൻ ഐക്യത്തിൽ ഞങ്ങൾ പുലരാൻ തുണയ്ക്കും പങ്കുവയ്പനുഭവം നൽകിയാലും. ഐക്യത്തിൽ ഞങ്ങൾ പുലരാൻ തുണയ്ക്കും പങ്കുവയ്പനുഭവം നൽകിയാലും. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ.
അനുരഞ്ജനത്തിൻ്റെ വരദാനമേകുന്ന കൂദാശയർപ്പണമല്ലോ. അനുരഞ്ജനത്തിൻ്റെ വരദാനമേകുന്ന കൂദാശയർപ്പണമല്ലോ. ശത്രുതകൾ അകന്നൊന്നു ചേരാൻ രമ്യതയിൽ തഴച്ചിടാൻ സ്വർഗത്തിൽ ഞങ്ങൾ വാഴാൻ തുണയ്ക്കും ബലിദാന ചൈതന്യമേകിയാലും. സ്വർഗത്തിൽ ഞങ്ങൾ വാഴാൻ തുണയ്ക്കും ബലിദാന ചൈതന്യമേകിയാലും. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായുണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാക്കുന്നു. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നേശുനാഥ, വന്നു വാണിടുമോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹകൂദാശയായി തീർന്നോരാ ദൈവസ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. സ്നേഹം ബലിയായി തീരുന്ന സ്നേഹം, കുരിശോളമെത്തുന്ന സ്നേഹം ബലിയായി തീരുന്ന സ്നേഹം, മുറിയപ്പെടും ദിവ്യ സ്നേഹം, ചോര ചിന്തുന്ന സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഇന്നു കാണുന്നു ഞാൻ ഈ സ്വീകരിച്ചത് നിത്യ കന്യകയായ പരിശുദ്ധ മറിയത്തെ
അങ്ങേ പുത്രന്റെ മാതാവും സഭയുടെ അമ്മയുമായി പ്രകീർത്തിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഞങ്ങളെ അവ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവരാണ്. വ്യാഴാഴ്ച നാളെ 11 മണിക്കാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. നേരത്തെ അറിയിച്ചതുപോലെ മാസാന്ത്യ വ്യാഴാഴ്ച 11 മണിക്ക് നൊവേന ജപമാല, പരിശുദ്ധ ബലിയർപ്പണ, വചനപ്രഘോഷണം, ദിവ്യകാരുണ്യാശീർവാദം, വൈകുന്നേരം കുർബാന ഉണ്ടായിരിക്കില്ല. നാളെ രാവിലെ മഠത്തിൽ 6 മണിക്ക് പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് KMCയുടെ യോഗം ഉണ്ടായിരിക്കും. കൊല്ലംകുമ്പത ബൈബിൾ കൺവെൻഷൻ ഫെബ്രുവരി 12 മുതൽ 16 വരെയാണ്. വൈകുന്നേരം 3:30 മുതൽ 9:30 മണി വരെയാണ് ധ്യാനം നടക്കുക. കരിസ്മാറ്റിക് ഭാരവാഹികൾ അതിൻ്റെ പൂർണ്ണമായ സംഭാവന മുഴുവൻ നിങ്ങളെ സമീപിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ചയാണ് തിരുനാളിൻ്റെ തുടക്കം. വരുന്ന ഞായറാഴ്ചയുടെ തിരുനാളിന് തുടക്കം സെന്റ് സെബാസ്റ്റ്യൻ പാപ്പുമുള്ള കൃഷ്ണയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിൻ്റെ ആരംഭം 4 മണിക്ക് ദേവാലയത്തിൽ ജപമാല, ലിറ്റനി, ക്രിസ്ത്യാനിമാരെ വാഴിക്കൽ ചടങ്ങ്, പ്രദക്ഷിണമായി നമ്മൾ കൊടിയെ ആസ്വദിച്ച് പ്രദക്ഷിണമായി അനുസരിച്ച് തിരുനാൾ കൂടി വൈകിയ ശേഷം തിരുനാൾ സമാരംഭം. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ദേവാലയത്തിൽ കുർബാനയുണ്ടായിരിക്കും. വൈകുന്നേരം 5:15 കുരിശടിയിൽ ജപമാല, ലിറ്റനി, പരിശുദ്ധ ബലിയർപ്പണം, അതിനുശേഷം ധ്യാനം, ആന്തരിക സൗഖ്യ ധ്യാനം ഉണ്ടായിരിക്കും. കറുകുട്ടി ഫാദർ മേരിദാസൻ ആണ് ധ്യാനം നയിക്കുക. ശനിയാഴ്ച ഭക്തിനിർഭരമായ പ്രദക്ഷിണം, യേശുദരയ്ക്ക് ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണം. ഞായറാഴ്ച രാവിലെ 6 മണിക്ക് പരിശുദ്ധ 12ാമത് ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ദേവാലയത്തിൽ ബലിയർപ്പണം ഉണ്ടായിരിക്കും. അതുപോലെ വൈകുന്നേരം 5 മണിക്ക് ജപമാല, അതിനുശേഷം ആഘോഷമായ തിരുനാൾ സമൂഹ ബലിയർപ്പണം. രാത്രി 8:30 തിരുവനന്തപുരം മെട്രോപോളിസ് അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സമാപനാശീർവാദം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിധിപൂജ സമാപിച്ചു. തന്റെ പരിപാലനം